Hello guys, welcome to our channel Pachum Govalum. നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഡെസ്ക്ടോപ്പ് ലാമ്പിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സാധാരണ ഡെസ്ക്ടോപ്പ് ലാമ്പ് അല്ല, ഒരു മൾട്ടിപർപ്പസ് ഡെസ്ക്ടോപ്പ് ലാമ്പ് ഉണ്ടോ. ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് റീൽസ് ചെയ്യുന്നവർക്കായാലും യൂട്യൂബേഴ്സിനായാലും ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനമാണ്. നമുക്കത് നോക്കി നോക്കാം അല്ലെ ഇതിനകത്ത് എന്തുള്ളതെന്ന്. ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാനിപ്പം ഈ വീഡിയോയിൽ പറയാവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ലാബിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം. പവർ സോഴ്സ് 5 വോൾട്ടിൻ്റെ AC സപ്പോർട്ടഡ് ആണ്. അതുപോലെ ഇനീഷ്യൽ ചാർജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ മേടിച്ച ഉടനെ ചാർജ് ചെയ്യേണ്ടത് 12 hours ആണ്. പക്ഷേ പിന്നീട് നമുക്ക് വേണ്ടത് പിന്നീട് വേണ്ട ചാർജിങ് എന്ന് പറയുന്നത് 5 hours മാത്രമാണ്. 5 മണിക്കൂർ കണ്ട് തന്നെ ഫുൾ ചാർജ് ആവും. ഇതിനകത്ത് വരുന്നത് ഒരു 3.7 വാട്ട് 1200 mAh ഇൻബിൽറ്റ് ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ കൂടാണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള 16 LED ബൾബ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 വാട്ടിൻ്റെ സോഴ്സാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഏകദേശം 4000K ലൂമിനസ് ഇത് സപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ ഐസ് ഓഫ് ടെക്നോളജി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ണിന് പ്രൊട്ടക്ഷൻ, സാധാരണ LED ബൾബുകളൊക്കെ വൈറ്റ് ലൈറ്റ് വരുമ്പോഴത്തേക്കും ഇതൊരു വാം ലൈറ്റ് വെട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണുകൾക്ക് ഒരുപാട് തന്നെ ഗുണമുണ്ട്. ഇതിൻ്റെ ചാർജിങ് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം 100% ബ്രൈറ്റ്നസ്, അതായത് 3 മോഡുകളുണ്ട് വരുന്നുണ്ട്. 3 മോഡിൽ ഫസ്റ്റത്തെ ഇതിൽ വരുന്നത് 2.5 hours മെയിൻ വെട്ടം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ലോസ്റ്റ് ഡിമ്മിലാണെങ്കിൽ 24 മണിക്കൂർ വരെ സപ്പോർട്ടഡ് ആണ്. ബാക്കിയുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. അവരൊക്കെ തുറന്നത് ആ സംഭവം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചാർജിങ് കേബിൾ ഒരു തന്നിട്ടുണ്ട് കേട്ടോ. ചാർജറില്ല, ചാർജിങ് കേബിളുണ്ട്. സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലാമ്പ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതായത് ഇത് നമുക്ക് ഫിൽറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും വളച്ചോ നിവർത്തിയൊക്കെ വെക്കാൻ പറ്റുന്നൊരു മോഡലാണ്. കണ്ടോ, നമുക്ക് നിവർത്തിയോ ഏകദേശം ഒരു സൂര്യകാന്തി പോലെ സൺഫ്ലവറിൻ്റെ ഷേപ്പൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നത്. അത് തന്നേക്കുന്നത് കണ്ടോ, പ്രത്യേക ഒരു വ്യത്യസ്തമായൊരു കളറാണ് അവർ തന്നേക്കുന്നത്. അതുപോലെ ടച്ച് സെൻസർ ആയിട്ടുള്ള സ്വിച്ചസ് ആണ് തന്നേക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബ്രൈറ്റ്നസ് കിട്ടും. അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ഡിമ്മ് വരും, ഏറ്റവും താഴെ അതിൻ്റെ ഏറ്റവും താഴത്തെ ഡിമ്മ് വരും. അങ്ങനെ 3 മോഡാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞ 16 LED ബൾബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ലോ ബ്രൈറ്റിലിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുന്നതിനറിയില്ല, ഒരു 16 LED ബൾബ്സ് നമുക്കിതിനകത്ത് ഉണ്ട്. ആ ലൈറ്റ് അല്ല വരുന്നത്, ഒരു വാം ലൈറ്റ് ബട്ടറാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹാവൽസിൻ്റെ മൊഡേണ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ പോർട്ടബിൾ ലാമ്പാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളയ്ക്കുകയോ തിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പോർട്ടബിൾ ആയിട്ട് സംഭവമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കണ്ണിന് പ്രത്യേകം ദോഷമൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ടെസ്റ്റ് മോഡാണ് 1, 2, 3 മോഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടച്ച് സ്വിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വെട്ടം കറക്റ്റ് നിങ്ങൾക്ക് നോക്കി കാണാൻ അറിയാം. ഒരു വൈറ്റ് ലൈറ്റ് പോലത്തെ വെട്ടമല്ല ഒരിക്കലും വരുന്നത്, ഒരു വാം ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് പ്രത്യേകിച്ച് ദോഷമൊന്നും പറ്റില്ല. അതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ എങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴും ഓൺലൈനിൽ തന്നെയാണ് ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇലക്ട്രിസിറ്റി, നമുക്ക് പവർ സപ്ലൈ ഇല്ലാണ്ട് വരികയാണ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് ഈവൻ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ പഠിക്കാതെ ഇങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി എഴുതുമോ എന്ന് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെരിച്ച് വേണമെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ലോട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്തില്ല. നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ചെരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മോഡൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നവർക്കായാലും നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മുഖത്തേക്ക് വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് കാരണം ഇങ്ങനെ ഫോൺ വെച്ചിട്ടായാലും നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും മുഖത്ത് നല്ല വെട്ടം കിട്ടും. അതുപോലെ യൂട്യൂബേഴ്സിനാണെങ്കിലും നമുക്കിപ്പോൾ ഈ സ്പീച്ച് നടത്തുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ഡെസ്ക്ടോപ്പ് ലാമ്പ് എന്നുള്ളത്. അതുപോലെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് തന്നിരിക്കുന്നത്. അതിൽ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ സൺഫ്ലവറിൻ്റെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും സൺഫ്ലവറിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ട്. നമ്മളിത് പറഞ്ഞ പോലെ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 1400 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. നമുക്കിത് ആമസോണിൽ 850 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ചാർജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം ചാർജ് ചെയ്യുന്നതിനാണ്. നമ്മൾ സാധാരണ Android എന്ന കേബിളാണ്, സാധാരണ മൊബൈൽ ചാർജറാണ്, 5 വോൾട്ട് ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ കുത്തി നോക്കുക. കുത്തുമ്പോൾ ഇവിടെ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ.
ഇത് നമ്മുടെ ചാർജിങ് ഓക്കെയാണ്, ചാർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഗ്രീൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചാർജ് ഫുള്ള് കംപ്ലീറ്റഡ് ആവും. ഇനിയിപ്പോൾ ചാർജ് ഒട്ടുമില്ലെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ടേബിൾ ലാമ്പിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.